ഈ CKC സാർ ആള് കൊള്ളാലോ. SP സാറിനെ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചായിരുന്നോ? ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് CKCയുടെ ക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നത് CKCയെ ക്ഷണിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ്. കേക്ക് കട്ടിങ് കഴിഞ്ഞില്ല എങ്കിൽ അതുകൂടി എടുത്തോളൂ. നമുക്ക് പിറന്നാൾ ആഘോഷം അങ്ങ് കോടതി ചെന്ന് നടത്താം. കോടതിയിലോ? എന്തിന്? കാര്യങ്ങളൊക്കെ സാറിന് നല്ല വെടിപ്പായിട്ട് അറിയാമായിരിക്കും. എന്നാലും അറസ്റ്റിന് മുമ്പ് അതിന്റെ കാരണങ്ങളൊക്കെ വ്യക്തമാക്കണമല്ലോ. അതുകൊണ്ട് പറയാം. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചതിന്, അതിന്റെ പേരിൽ കള്ളസാക്ഷിയും കള്ളമൊഴികളും ഉണ്ടാക്കി ഗൗതമിനെ ജയിലിലാക്കിയതിന്, നിങ്ങളുടെ പേരിൽ ഈ നിധിയും ഗൗതമും ചേർന്ന് ഒരു പെർജറി കേസ് ഫയൽ ചെയ്തിരുന്നു. കോടതി നിങ്ങൾക്ക് സമൻസ് അയച്ചിരുന്നു. നിങ്ങൾ ഹാജരായി മറുപടി കൊടുക്കാത്തതുകൊണ്ട് കേസ് വാറണ്ടായി. അറസ്റ്റ് വാറണ്ട് എന്റെ കയ്യിലുണ്ട്. നിങ്ങള് കേസ് കൊടുത്തു എന്ന് പറയുന്നതൊക്കെ ശരി തന്നെയാ. എന്നാലും സാറിന് തീരെ കണ്ണിച്ചോരയില്ലാതായി പോയി. ഒരു പിറന്നാൾ ആഘോഷിക്കുന്നതിനിടയിൽ തന്നെ അറസ്റ്റ് ചെയ്യാനൊക്കെ വന്നല്ലോ. കഷ്ടമായി പോയി. ഇവര് പെർജറി കേസ് കൊടുത്ത കാര്യം പോലും എനിക്കറിയില്ല സർ. എനിക്ക് കോടതിയിൽ നിന്ന് സമൻസ് ഒന്നും വന്നിട്ടില്ല. സമ്മൻസ് ഇല്ലാത്ത കേസിൽ എങ്ങനെയാ സാറേ അറസ്റ്റ് വാറന്റ് വരുന്നത്? ഇതൊക്കെ വെറുതെ പറയുന്നേ ആന്റി. ഈ ACP ഗൗതമിന്റെ ആളാ. ഈ ഫംഗ്ഷൻ കുളവാക്കാൻ വേണ്ടിട്ട് ഗൗതം നടത്തുന്ന കളിയാ ഇതൊക്കെ. വെറുതെ ഒന്ന് വിവരക്കേട് വിളിച്ച് പറയല്ലേ. കോടതി അയച്ച 3 സമൻസും CKC കൈപ്പറ്റിയിട്ടുള്ളതാണ്. മൂന്ന് തവണ സമൻസ് അയച്ച് വിളിപ്പിച്ചിട്ടും കോടതിയിൽ ഹാജരായില്ലെങ്കിൽ സ്വാഭാവികമായും അത് വാറണ്ടാകും. സാറ് വെറുതെ ഓരോന്ന് പറയല്ലേ. എനിക്ക് സമൻസ് വന്നിട്ടില്ല. ഞാനത് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുമില്ല. സർ, ഞാൻ ഈ പറയുന്നത് സത്യമാണ്. എനിക്കൊരു കോടതി സമൻസും കിട്ടിയിട്ടില്ല. ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ലാതെ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല CKC. എന്റെ കയ്യിലിരിക്കുന്നത് കോർട്ട് ഓർഡറാണ്. എനിക്ക് കോടതിയുടെ ഉത്തരവ് നടപ്പാക്കിയേ പറ്റൂ. ആ സമയം കളയണ്ട. കാര്യങ്ങൾ മുറ പോലെ നടക്കട്ടെ. അറസ്റ്റ് ചെയ്ത് വണ്ടി കയറ്റി പുള്ളിക്കാരനെ. സാർ ഒരു നിമിഷം, ഇത് കള്ളക്കേസാണ്. ഇവര് മനഃപൂർവ്വം കേസ് കൊടുത്തതാണ്. സാർ, എന്നെ തട്ടിക്കൊണ്ടുപോയ കേസില് അങ്കിളിനെയും ആന്റിയും കുടുക്കുമെന്ന് ഇവര് രണ്ടുപേരും വെല്ലുവിളിച്ചിട്ടുള്ളതാ. അത് പോരാഞ്ഞ് ഇരയായ ഞാൻ തന്നെ ഇവർക്കെതിരെ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുള്ളതുവാ. പിന്നെന്താ പ്രശ്നം? മൊഴിയിലൊന്നും വലിയ കാര്യമില്ല പ്രണവേ. തെളിവാണ് പ്രധാനം. എന്താ തെളിവ് കാണണോ? ആ തെളിവ് എനിക്കും കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഞാൻ തന്നെയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള കഥ മെനഞ്ഞതും തന്ത്രമുണ്ടാക്കിയതും നടപ്പിലാക്കിയതും. ഞാൻ തന്നെ ആളിനെ വെച്ച് പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് നിയമത്തിന്റെ മുന്നിലും പ്രണവിന്റെ മുന്നിലും ഗൗതമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊടുത്തു. അവൻ അന്തസ്സായിട്ട് അങ്ങ് അകത്ത് പോവുകയും ചെയ്തു. ഒരു സത്യം നിനക്കറിയോ? ശിവാനിയുടെയും പ്രണവിന്റെയും ഉള്ളിൽ നിങ്ങളോടുള്ള പകയുടെ വിഷയത്തിൽ സയനൈഡാണ് ഞാൻ അതിലൂടെ കടത്തിയത്. എന്താ പ്രണവേ, ഈ തെളിവ് പോരെ? എന്താ അങ്കിള് ഇത്? എന്നെ പിടിച്ചോണ്ടുപോയത് അങ്കിളാണെന്ന് അങ്കിൾ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോ എന്നെ പിടിച്ചോണ്ടുപോയത് ഇവരല്ലേ? പ്രണവേ, അത് പിന്നെ മോനെ, ഇത് ഫേക്ക് വീഡിയോ ആണ്. ഗൗതമും നിധിയും ചേർന്ന് കള്ള വീഡിയോ ഉണ്ടാക്കിയതാ. ഇവർ നേരത്തെ വെല്ലുവിളിച്ചതല്ലേ പെർജറി കേസിന് വേണ്ടി തെളിവുണ്ടാക്കുമെന്ന്. ഇത് സത്യമല്ലേ പ്രണവേ? നീ ഇതൊന്നും വിശ്വസിക്കല്ലേ മോനെ. ഇത് ഫേക്ക് വീഡിയോ ആണ്. ഫേക്ക് വീഡിയോയോ? എന്ത് ഫേക്ക് വീഡിയോ? ഈ വീഡിയോ കോടതിയിൽ കൊടുത്ത് പെർജറി കേസ് ഫയൽ ചെയ്യുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഞാൻ CKCയെ കൊണ്ട് ഗൗതമിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഇങ്ങനൊരു കാര്യം CKC പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനയാള് ഭയക്കണം? എന്തിന് എന്നെ അനുസരിച്ച് ഗൗതമിനെ വിളിച്ചു വരുത്തണം?
എന്തിന് പരസ്യമായിട്ട് മാപ്പ് പറയണം? എടാ, ഇനിയെങ്കിലും സ്ഥലകാലബോധത്തോടെ ജീവിക്കടാ. നിന്നെ ഞാനല്ല പിടിച്ചോണ്ട് പോയത്. നീ അങ്കിളെ അങ്കിളെന്നും വിളിച്ചിട്ട് തലയെ ചുവന്നിട്ട് നടക്കുന്ന ഇയാളില്ലേ, പരമദ്രോഹി. ഇയാളാ പ്രണവേ നിന്നെ പിടിച്ചോണ്ട് പോയി പൂട്ടിയിട്ടതും പീഡിപ്പിച്ചതും. നീ ഇനി ഇയാളാടാ ചോദിക്കേണ്ടത്. ചോദിക്കുന്നേ. പ്രണവേ, ഇവരീ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞാനല്ല, ഇവനാണ്. ഇവനും ഇവളും ചേർന്ന എല്ലാം ചെയ്തത്. നിർത്തണോ നിന്റെ കഥാപ്രസംഗം?